PRO കമാൻഡർ അതുൽ പിള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അതുൽ പിള്ള, നേവിയുടെ തിരച്ചിൽ ഇന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ മാഡം, നേവിയുടെ ആസ് പെർ പ്ലാൻ ഡൈവിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂൺ ഇത് നോക്കും. കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡൈവിംഗ് ചെയ്യും. അതല്ലാതെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് എനി എമർജൻസി അതും നേവി ചെയ്യും. അതല്ലാതെ നേവിയുടെ സോണാർ ഓപ്പറേറ്റേഴ്സ് ഇന്നലെ അവർ കുറെ ഡേറ്റ കളക്ട് ചെയ്തായിരുന്നു. അവർ രാത്രി മൊത്തം അത് അനലൈസ് ചെയ്ത് ഇപ്പൊ എനിക്ക് രാവിലെ അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നലെ എടുത്ത ഡാറ്റ ഓക്കെ ആണ്, അതല്ലെങ്കിൽ അവർ ഇന്ന് വീണ്ടും സോണാർ സ്കാനിങ് ചെയ്യും. ശ്രീ അതുൽ പിള്ള, ഈ ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അടിയൊഴുക്ക് തന്നെയാണല്ലേ? അതെ, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞു, നമുക്ക് ഡൈവേഴ്സിന് അകത്തോട്ട് പോകാൻ വേണ്ടിയുള്ള നമ്പർ 1 ചാലഞ്ച് ഈ അണ്ടർ വാട്ടർ കറന്റ്, അടിയൊഴുക്ക്. വളരെ നന്ദി ശ്രീ അതുൽ പിള്ള. കമാൻഡർ അതുൽ പിള്ളയാണ്, ഡിഫൻസ് PRO അതുൽ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം പറയുന്നു എന്തായാലും അല്പസമയത്തിനകം നേവിയുടെ തിരച്ചിൽ ഉണ്ടാകും. വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി തുടരുന്നത്. എന്നാൽ പോലും ഇന്നും അർജുനായുള്ള തിരച്ചിൽ നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം അതേസമയം തന്നെ ഈ കടലിന്റെ മക്കളുടെ തിരച്ചിലും മത്സ്യത്തൊഴിലാളികളുടെ തിരച്ചിലും ഇതേ സമയം തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നും 13ാം ദിവസവും ദൗത്യം ആരംഭിക്കും, ഉടൻ തന്നെ ദൗത്യം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും